അതുകൊണ്ടാണ് എവിടെയും എന്തിനാ ഇവരെ ഇടക്കിടക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണം, ചെയ്താലേ ഇവരെ ശൈത്താനും സമാധാനം ഉണ്ടാവുള്ളൂ, അപ്പോഴേ ശൈത്താൻ കൂടെ നിൽക്കുള്ളൂ. ചിന്തിക്കണം, ഇതൊക്കെ ആലോചിക്കണം. നമ്മളെ നാട്ടിലൊക്കെ കുടിയിൽ കെട്ടിപ്പാർക്കുന്ന ഇങ്ങനെയുള്ള ആളുകളുണ്ട്. അവര് തൊൽസമാത്തിന്റെ ആളുകളല്ല. ഏകദേശം 90% തൊൽസമാത്തിന്റെ ആളുകളല്ല. തൊൽസമാത്തിന് ഷർത്താണ് ഖറാത്ത് ചെയ്യാൻ പാടില്ല, ഹറാമ പിന്നല്ലേ, ഖറാത്ത് ചെയ്യാൻ പാടില്ല. അപ്പോൾ വഴിപ്പെടും, അപ്പോൾ സാലിഹാവും ശൈത്താൻ പേടിക്കും. ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബലിന്റെ ചെരുപ്പ് കൊടുത്തു. ചെരുപ്പ് കണ്ടപ്പോൾ ശൈത്താൻ ഓടി. ഞാൻ ഒരിക്കൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്റെ ഓർമ്മ. സയ്യിദന ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബലിന്റെ ചെരുപ്പ് കാണിച്ചപ്പോൾ ശൈത്താൻ ഓടിയില്ലേ? അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ അക്കാലത്ത് ബഗ്ദാദിലുള്ള വേറൊരാളെ ചെരുപ്പാ കൊണ്ടായത്. ആ ചെരുപ്പ് ശൈത്താൻ ഇങ്ങോട്ട് എറിഞ്ഞു കൊടുത്തു. ആരുടെയെങ്കിലും ചെരുപ്പ് കണ്ട് പേടിക്കുന്നവരല്ല ഞങ്ങൾ എന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടായിരുന്നു. ചിന്തിക്കണം, മനസ്സിലായില്ലേ? അപ്പോൾ ഹറാമ് പോയിട്ട് ഖറാത്ത് ചെയ്യാൻ പാടില്ല. തൽസമാത്തിന്റെ ആളുകൾ ഹറാമ് പോയിട്ട് ഖറാത്ത് ചെയ്യാൻ പാടില്ല. ഹറാമ് ചെയ്യുന്ന ആളുകളുണ്ട്. അത് അനുഭവിച്ചവർക്കറിയാലോ, ആരും അങ്ങോട്ടോട്ട് പറയേണ്ടതില്ല. ഈ ജാതി ആളുകളടുത്തൊക്കെ പോയവരും ഉണ്ടാവും. അത് അവരിൽ നിന്നൊക്കെ ചില ദുരനുഭവങ്ങൾ ഉള്ളവരും ഉണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും പറയണ്ട, ഒന്നും പറയണ്ട, അങ്ങോട്ട് പറയണ്ട ഇങ്ങോട്ട് പറയണ്ട. നിങ്ങൾ പുറത്തോട്ട് പറഞ്ഞിട്ടില്ല, പുറത്ത് പറയാനോട്ട് പറ്റൂല. എന്നാല് നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ ഇക്കാലം വരെ വലിയ ആളാന്നാ വിചാരിച്ചു, വലിയ ആളല്ല. അതുകൊണ്ട് മുസ്തഫായ നബി നോക്കൂ നിങ്ങൾ, ലബീദ് ബിൻ ആസം എന്ന തമ്മാടിയായ ജൂതനാം വലിയ തമ്മാടിയായിരുന്നു. പിന്നെ അവനെ സഹായിച്ചത് അവന്റെ ക്ഷുദ്രകളായ 2 മക്കളാണ്. തമ്മാടിച്ചുകളായിരുന്നു. വ്യഭിചാരിണികളും തമ്മാടിച്ചുകളുമായ 2 പെണ്ണുങ്ങളാണ് അതിനെ സഹായിച്ചത്. അതുകൊണ്ടാണ് കെട്ടുകളിൽ ഊതിയ പെണ്ണുങ്ങളെ തൊട്ട് എന്ന് പറഞ്ഞത്. നഫാസാത്ത് പുല്ലിംഗമല്ല, സ്ത്രീ ലിംഗത്തിലാണ് പ്രയോഗം. നഫാസാത്ത്, നാഫിസത്ത്, നഫാസാത്ത്, നഫാസ് ഓടുന്നവൻ, നഫാസത്ത് ഓടുന്നവൾ, നഫാസാത്ത് ഓടുന്ന പെണ്ണുങ്ങൾ. എല്ലാ ഊത്തും തെറ്റൊന്നല്ല, എല്ലാ ഊത്തും തെറ്റല്ല. സാലിയായ മനുഷ്യൻ ഊതണ്ടയില്ല, നോക്കിയ പോയി. സാലിയായ മനുഷ്യന്മാർ നോക്കിയ ശൈത്താൻ പോയി. ഒറ്റ നോട്ടം നോക്കിയാൽ ശൈത്താൻ പോയി. അങ്ങനെയുണ്ട്. ഇത്തഖൂ ഫിറാസത്തൽ മുഅ്മിനി ഫഇന്നഹു യൻളുറു മിൻ നൂരില്ലാഹി അസ്സ വജല്ല. മുഅ്മിനീങ്ങളെ കണ്ണുകളെ പേടിച്ചോളൂ. ആ കണ്ണിലൂടെ അള്ളാന്റെ പ്രകാശം ഉണ്ടായിരിക്കും. ഒരാളൊരു പെണ്ണിനെ നോക്കിയിട്ട് മദീന പള്ളിയിലേക്ക് കയറി ചെന്നു. അങ്ങാടിയിൽ ഒരു പെണ്ണിനെ കണ്ടു. ഒരു യഹൂദിയ പെണ്ണിനെ കണ്ടപ്പോ ആ പെണ്ണിനൊന്ന് നോക്കിപ്പോയി. ഒരാൾ, പേര് പറയണ്ട, ഒരാൾ. പിന്നെ മദീന പള്ളിയിലേക്ക് കയറി ചെന്നു. അപ്പോഴുണ്ട് അവിടെ ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. അസ്സലാമു അലൈക്കും. മര്യാദക്ക് സലാം മടക്കിയില്ല. ഖലീഫ സൂക്ഷിച്ചൊന്ന് ഇങ്ങനെ നോക്കി. തഖൂലുന അഹ്ലുൽ കിതാബി വസ്സുന്ന വഅലാമത്തുസ് സിന ളാഹിറത്തുൻ അലൈക്കും. ഖുർആന്റെ ഹദീസിന്റെ ആളുകളാണെന്ന് പറഞ്ഞ് നടന്നോളൂ. മുഖത്ത് സിനാന്റെ അടയാളം വെച്ചിട്ട് നടന്നോളൂ. ഇയാൾക്ക് വലിയ അത്ഭുതമായി. ഇയാൾ വേഗം ചോദിച്ചത്, അനസലൽ വഹയു യാ അമീറൽ മുഅ്മിനീൻ അനസലൽ വഹയു ബഅദ റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലുമായി വഫാത്തായിട്ടും ഇവിടെ വഹി ഇറങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ലാ, നിന്റെ കണ്ണോണ്ട് നോക്കിയാൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും എന്ന് ഉസ്മാൻ പറഞ്ഞു. ഇപ്പോ ഏതോ ഒരു പെണ്ണിനെ, നിനക്ക് അർഹതല്ലാത്തൊരു പെണ്ണിനെ നോക്കിയിട്ടാണ് വരുന്നത് എന്ന് എന്റെ കണ്ണോണ്ട് നോക്കിയാൽ നിന്റെ മുഖത്ത് നിനക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. അതിന്റെ കണ്ണിന് പടച്ചോണ്ട് തന്നെ മാത്രമാണ് എന്ന് സയ്യിദുനാ ഉസ്മാൻ അറിയല്ലോ. അങ്ങനെയുണ്ട്. അപ്പൊ ഊടലുണ്ട്, നോട്ടുണ്ട്, എല്ലാം അതല്ല. ഇത് ചില പ്രത്യേകമായ പേര് പറഞ്ഞിട്ട്, ചില ക്ഷുദ്ര ദേവതകളുടെയും മറ്റൊക്കെ പേര് പറഞ്ഞിട്ട് കെട്ടുകളിലൂടെ അങ്ങനെ 11 കെട്ടുകൾ വെച്ചിരുന്നു. എന്ന കുളത്തിന്റെ അടിയിലെ കല്ലിന്റെ അടിയിൽ സൂക്ഷിച്ചിരുന്നു. 2 ക്ഷുദ്രകളായ പെണ്ണുങ്ങളാണ് അതിന് സഹായിച്ചത്. ഏറ്റവും വലിയ മാരണം ചെയ്ത ലബീദ് ബിൻ ആസം എന്ന ജൂതനാ ലഅനത്തുല്ലാഹി അലൈഹി ഒക്കെ നടന്നിട്ടുണ്ട്. ഇല്ല എന്ന് പറയരുത്. ഒക്കെ സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പൂങ്കുലകൾ കെട്ടുകെട്ടിയത് കൊണ്ടുവന്ന് മുസ്തഫ നബിയുടെ അരികിലേക്ക് കൊണ്ടുവന്നപ്പോഴാണ്
നസല റൂഹുൽ അമീൻ മലക്ക് ജിബ്രായീൽ ബിൽ മുഅവ്വിദതൈനി, രണ്ട് സൂറത്തുമായി മഹാനായ സയ്യിദ്നാ ജിബ്രീൽ ഇറങ്ങിയത്. രണ്ട് സൂറത്തും കൊണ്ട് കൂടെ ഇറങ്ങി. ചരിത്രത്തിൽ ഇന്ന് വരെ രണ്ട് സൂറത്തും ഒപ്പം ഇറങ്ങിയ സംഭവമില്ല. ഒറ്റ സംഭവത്തില റസൂലുള്ളാഹിക്കുണ്ടായ സിഹർ ബാത്തിലാക്കാൻ വേണ്ടിയാണ് ആ സൂറത്ത് ഇറങ്ങിയത്. അതിൽ 11 ആയത്താണ്, ഇതിൽ 11 കെട്ടാണ്. സൂറത്തുൽ ഫലഖ് 5 ആയത്ത്, സൂറത്തുൻ നാസ് 6 ആയത്ത്. 5ഉം 6ഉം 11. സൂറ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ വമിൻ ശർരി നഫ്ഫാഥാത്തി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ. പിന്നെ 5 ഖുൽ അഊദു ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരി വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിൻ ജിന്നത്തി വനാസ്. ശ്രദ്ധിക്കുക, ഒരു മേമ്പൊടി. ഈ രണ്ട് സൂറത്തും ദായിമാക്കുന്ന ആളുകൾക്ക് സിഹർ ബാധിക്കില്ല. ഒരുമാതിരി സിഹർ അവർക്ക് ബാധിക്കില്ല. ഇത് ദായിമാക്കിയമാണ്. ഒന്ന് കാറ്റടിച്ചാൽ പോലും ഇത് ഓടണമെന്ന് പുണ്യനബി ഉഖ്ബത്ത് ബിൻ ആമിറും പുണ്യനബിയും കൂടി യാത്ര പോവുകയാണ്. കാറ്റടിച്ചു. വേഗം വേഗം കാവലിനെ തേടിക്കോ. കാറ്റൊന്ന് ഉഷാറായി അടിച്ചാൽ പോലും ഈ രണ്ട് സൂറത്ത് ഓതണം. ഏത് സിഹറിൽ നിന്നുള്ള ഫസ്റ്റ് എയ്ഡ് പ്രൊട്ടക്ഷൻ ഇതാണ്. ഏത്? സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ നാസ്. അതുവരെ ഹബീബായ റസൂലുള്ളാഹി വൈകുന്നേരമായാൽ ഹസൻ ഹുസൈനെ അരികിൽ വിളിച്ച് തലയിൽ മന്ത്രിച്ചു കൊടുത്തിരുന്നു. ഏത് മന്ത്രിച്ചിരുന്നു? അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ എന്ന് മന്ത്രിച്ചിരുന്നു. ഈ രണ്ട് സൂറത്ത് ഇറങ്ങിയപ്പോൾ പിന്നെ ഈ രണ്ട് സൂറത്ത് മന്ത്രിച്ചു. ഉമ്മമാര് പ്രത്യേകം ശ്രദ്ധിക്കണം. മഗ്രിബായാൽ മഗ്രിബിന് ശേഷം കുട്ടികളെ തലയെ കൂടെ മന്ത്രിച്ചു കൊടുക്കണം. സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ നാസ്. ഇശാ മഗ്രിബിന്റെ ഇടയിൽ കുട്ടികളെ പുറത്തിറക്കരുത്, ശൈത്താനിയത്ത് വരുമെന്ന് ഉറപ്പ് ഹബീബാ നബി പറഞ്ഞതാണ്. ഹബീബായ നബി പറഞ്ഞതാ, ശ്രദ്ധിക്കണം. വൈകുന്നേരമായ കുട്ടികളെ കൊണ്ട് മോട്ടോർ സൈക്കിളിൽ കയറുക, അങ്ങനെ നാട്ടിൽ കൂടെ പോവുക. ഈ കുട്ടിയെ ശൈത്താൻ ആക്രമിക്കുമെന്ന കാര്യം ഉറപ്പാ. ആര് പറഞ്ഞു? മുഹമ്മദ് നബി. എവിടെയുണ്ട്? സഹീഹുൽ ബുഖാരി. മനുഷ്യന്മാരെ ഇശാമഗ്രിബിന്റെ ഇടയിൽ കുട്ടികളെ പുറത്തിറക്കരുത്. ഫഖ്തഫൂ സുബിയാനക്കും, കുട്ടികളെ വീട്ടിന്റെ ഉള്ളിൽ തടഞ്ഞു വെക്കണം. സിറ്റ് ഔട്ടിലേക്ക് വരും കൊണ്ടുവരാൻ പാടില്ല. മനസ്സിലായില്ല? വീട്ടിലെ സിറ്റ് ഔട്ട് ഉണ്ടല്ലോ, അങ്ങോട്ട് വരും കൊണ്ടുവരാൻ പാടില്ല. വീട്ടിന്റെ അകത്തളത്തിൽ കുട്ടികളെ ഒതുക്കി നിർത്തണം. വഹ്ബിസു മമാശിയക്കും, ആടുമാടുകളെ നിങ്ങൾ ആ നേരത്ത് കെട്ടിയിടണമേ എന്ന് റസൂലുള്ളാഹി. ആ നേരത്തെ ആടുമാടുകളെ കെട്ടിയിടണം എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു. അപ്പൊ ഇതിനൊക്കെ ഓരോന്നിനോരോ കാര്യങ്ങളുണ്ട്. ശ്രദ്ധിക്കണം. ഈ സൂറത്തോടുക, മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങുക. ഈ 3 ഖുൽ ഹുവല്ലാഹു അഹദ്, 3 ഫലഖ്, 3 നാസ് എന്നും ദായിമാക്കുക. ഇത് സുബഹിന്റെ ശേഷം ദായിമാക്കുക. എന്നാൽ ഒരുമാതിരി സിഹറൊന്നും തലയിൽ കയറൂല. അല്ലാഹു കാക്കട്ടെ. ശ്രദ്ധിക്കുക. ചില മരുന്നുകൾ ഞാൻ പറഞ്ഞുതരാം ലാസ്റ്റ്. ഇത് എന്നും ചെയ്യേണ്ട മരുന്നാണ്. അതേപോലെ തന്നെ ഉറങ്ങുന്നതിന്റെ മുമ്പും രണ്ട് കൈനെ കൂട്ടിപ്പിടിക്കും മുസ്തഫ റസൂലുള്ളാഹി. എന്നിട്ടോ ഈ 3 സൂറത്തോതിൽ പതിവായിരുന്നു. ഓരോ തവണ. മഗ്രിബിനും മറ്റൊരു വ്യത്യാസമുണ്ട്. മനസ്സിലായില്ല? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യത്യാസം. മഗ്രിബിന് 3 ഖുൽ ഹുവല്ലാഹു അഹദ്, 3 ഫലഖ്, 3 നാസ് ഒന്നിച്ച്. എങ്ങനെ 3 ഖുൽ ഹുവല്ലാഹു അഹദ്, പിന്നെ 3 ഫലഖ്, 3 നാസ്. അതിനൊക്കെ കൂടെ ഫാത്തിഹ ഓതണം കേട്ടോ. ഫാത്തിഹയെ പറ്റി പ്രത്യേകം പറയേണ്ടതില്ല, എവിടെയും പറയൂല. ഏത് കാര്യത്തിന്റെയും താക്കോലില്ലാതെ റൂമ് കയറില്ലല്ലോ. ഏത് കാര്യത്തിനും താക്കോലാണ് എന്ത്? ഫാത്തിഹ. ഫാത്തിഹയെ പറ്റി പറയേണ്ട ആവശ്യമില്ല. ഫാത്തിഹയുടെ പ്രത്യേകത, ഫാത്തിഹ എന്നാൽ സൂറത്തുൻ ബക അലൈഹാ ഇബ്ലീസ്. ആ സൂറത്ത് ഇറങ്ങിയപ്പോൾ ഇബ്ലീസ് പൊട്ടിക്കരഞ്ഞുപോയി. ഒരൊറ്റ സൂറത്തിലാണ് ഇബ്ലീസ് പൊട്ടിക്കരഞ്ഞത്. ഫാത്തിഹ ഇറങ്ങിയപ്പോൾ ഇബ്ലീസ് പൊട്ടിക്കരഞ്ഞു പോയി. ഇബ്ലീസ് പൊട്ടി അങ്ങോട്ട് കരഞ്ഞു ഫാത്തിഹ ഇറങ്ങിയപ്പോൾ. അത് 2 വട്ടം പുണ്യനബിക്ക് ഇറങ്ങിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട അഭിപ്രായ പ്രകാരം റജബ് 27 പകലിലാണ് ആദ്യമായി ഫാത്തിഹ ഇറങ്ങിയത്. ശ്രദ്ധിക്കുക, ആദ്യമായി ഫാത്തിഹ ഇറങ്ങിയത്. ഫാത്തിഹയുടെ പേര് സൂറത്തു സ്വലാ. നിസ്കാരത്തിന്റെ സൂറത്ത് എന്നതിന് പേരുണ്ട്, സൂറത്തു സ്വലാ എന്ന് പേരുണ്ട്. നിസ്കാരം നിർബന്ധമാക്കിയത് റജബ് 27 രാത്രി. ഫാത്തിഹ ഇറങ്ങിയത് റജബ് 27 പകല്. ളുഹറിന്റെ നേരത്തെ ഇറങ്ങി. നസല ബിഹാ റൂഹുൽ അമീൻ ജിബ്രായീൽ ഫബകാ അലൈഹാ ഇബ്ലീസ്. അപ്പോൾ ഇബ്ലീസ് കരഞ്ഞു പോയി.
2 തവണ ഫാത്തിഹ ഇറങ്ങിയിട്ടുണ്ട് പുണ്യനബിക്ക്. ഒന്ന് ആദ്യമായി നിസ്കാരം ഫർളാക്കിയപ്പോൾ, പിന്നൊന്ന് വലമ്മാ ഹുവ്വിലത്തിൽ ഖിബ്ലത്തു ഇലൽ കഅബത്തി, കഅബയിലേക്ക് ഖിബ്ല മാറ്റിയപ്പോൾ. അത് മദീനയിലാണ്. അതുകൊണ്ട് മക്കിയത്തും മദനിയത്തുമാണ് ഫാത്തിഹ. എല്ലാ സൂറത്തും ഒന്നിരിക്കൽ മക്കിയത്താണ് അല്ലെങ്കിൽ മദനിയത്താണ്. ഫാത്തിഹ മക്കിയ വ മദനിയ. തഫ്സീർ നസഫി എടുത്തു നോക്കിയാൽ ഫാത്തിഹയുടെ വ്യാഖ്യാനത്തിൽ കാണാം. ഒന്നും കാസിമി തോന്നിയാരെ പറയാന്ന് വിചാരിക്കരുത്. ഒക്കെ ഞാൻ രേഖയോടുകൂടെ പറയാണ്. ഉൻസിലത്തിൽ നബി മർറതൈനി ഫബകാ അലൈഹാ ഇബ്ലീസ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഫാത്തിഹ കാര്യമായി ഓതുക. വലിയാണെങ്കിലും ഫാത്തിഹ പെരിപ്പിക്കാതെ വലിയാവൂല. ഈ ഉമ്മത്തിന്റെ ഈ ഉമ്മത്തിന് അള്ളാഹുലേക്ക് അടുക്കാനുള്ള മാർഗം ഫാത്തിഹ പെരിപ്പിക്കലാണ്. ഏത് വലിയാണെങ്കിലും വലിയാകാൻ കഴിയുകയില്ല. ഏറ്റവും വലിയ കാര്യമാണ് ഫാത്തിഹ. ഫാത്തിഹ പ്രത്യേകിച്ച് പറയൂല. പിന്നെ ഖുൽഹുവല്ലാഹു 3, ഫലക്ക് 3, നാസ് 3. എന്നാ ഉറങ്ങുന്ന നേരത്തെ അങ്ങനെയല്ല. ഒരു ഖുൽഹുവല്ലാഹു, ഒരു ഫലക്ക്, ഒരു നാസ് ശരീരം കൊടുത്തുകൊണ്ട് തടയുക. പിന്നെ കയ്യെ കൂട്ടിപ്പിടിക്കുക, പിന്നെ ഓടുക, പിന്നെയും തടയുക, പിന്നെ കയ്യെ കൂട്ടിപ്പിടിക്കുക, പിന്നെ ഓടുക, പിന്നെ തടയുക. പുണ്യനബിയുടെ രോഗം മൂർച്ഛിച്ചപ്പോൾ പുണ്യനബിക്ക് അത് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഞാനാണ് പിന്നെ ഓടിയത്, ഞാനാണ് കയ്യിലേക്ക് ഓടിയത്. എന്നിട്ട് ആ കൈ കൊണ്ട് പുണ്യനബിയുടെ ശരീരത്തിൽ അവിടുത്തെ കൈയിലേക്ക് ഞാൻ ഓടി. എന്നിട്ട് അവിടുത്തെ കൈ കൊണ്ട് ഞാൻ തടഞ്ഞു. റജാ ബറകതിഹാ. അപ്പോൾ ഏത് പ്രയാസങ്ങളെ പരിഹരിക്കാനുള്ള മാത്രം സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ നാസ്. അതിന്റെ മിഫ്താഹുകൾ 2ആണ്. ഒന്ന് ഇത്തരം ജാതി ശൈത്താന്റെ പ്രൊട്ടക്ഷനുള്ള മാർഗം സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ നാസ്. അതിന്റെ 2 താക്കോലാണ്. ഒന്ന് ഫാത്തിഹയും ഒന്ന് ഖുൽഹുവല്ലാഹു. ഖുൽഹുവല്ലാഹു വരാണ് ഈ ഭൂമി അള്ളാഹു നിർത്തിയിട്ടുള്ളത്. ഖുൽഹുവല്ലാഹുവിന്റെ പേര് സൂറത്തുൽ അസാസ്, അടിക്കല്ല്. സൂറത്തുൽ അസാസ്, അടിക്കല്ല്. ാണ് ആകാശഭൂമികൾ അള്ളാഹു അടിത്തറയിട്ടത്. പ്രപഞ്ചത്തിന്റെ ആകാശഭൂമിയുടെ അടിക്കല്ല് ഏതാണെന്ന് ഒരാൾ ചോദിച്ചാൽ ഉടനെ പറയാം ഖുൽഹുവല്ലാഹു ആണ്. അതുപോലെയാണ് ഈ ഭൂമി നിലനിൽക്കുന്നത്, ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്, ആകെ നിലനിൽക്കുന്നത് ഖുൽഹുവല്ലാഹു അഹദ്. അത് തകർന്നാൽ പ്രപഞ്ചം തകരും. അത് തൗഹീദാണ്. തൗഹീദിന്റെ 2ആണ്. ഒന്ന് കലിമത്ത് തൗഹീദ്, ഒന്ന് സൂറത്ത് തൗഹീദ്. കലിമത്ത് തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, സൂറത്ത് തൗഹീദ് ഖുൽഹുവല്ലാഹു അഹദ്. 2 ഒന്നാണ്. അലം തറ കൈഫ ലറബല്ലാഹു മസലൻ കലിമതൻ ത്വയ്യിബ കശജറത്തിൻ ത്വയ്യിബ അസ്ലുഹാ സാബിതുൻ വഫർഉഹാ ഫിസ്സമാ. എന്ന് ഒന്ന് ഖുൽഹുവല്ലാഹു അഹദ്, കലിമത്ത് തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, സൂറത്ത് തൗഹീദ്, ഖുൽഹുവല്ലാഹു അഹദ്. 2ഉം പരസ്പര പൂരകമാണ്. അപ്പൊ പരിഹാരം അതൊക്കെയാണ്. അപ്പോഴാണ് മുഹമ്മദത്തൈൻ ഇറങ്ങിയത് പുണ്യനബിയിലേക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് ഞാൻ വിശദീകരിക്കുന്നില്ല. അമ്മാ അഹ്ലുസ് സുന്ന ഫഖദ് ജബ്ബസു അൻ യഖ്ദറ സാഹിറു അലാ യതിറു ഫിൽ ഹവാ. ഒരാൾക്ക് വായുവിൽ കബരെ സിഹർ കൊണ്ട് കഴിയും. അതുകൊണ്ട് ഒരാൾ വായുവിൽ പറക്കണ കണ്ടാൽ പോലും ഔലിയാണെന്ന് വിചാരിക്കരുത്. ഔലിയ ബാപ്പയാണ്, വായിൽ പറക്കും. പറയണ്ട, സിഹർ കൊണ്ട് കഴിയും. ചില ശൈത്താന്മാരെ അണ്ടാദിച്ചാൽ അവർക്ക് വായുവിൽ പറക്കാൻ കഴിയും. അപ്പൊ വായുവിൽ പറക്കണ ആളെ കണ്ട് നിങ്ങൾ വഞ്ചിതനാകരുത്. പിന്നെയോ വെള്ളത്തിന്റെ പുറത്ത് കയറി യാത്ര ചെയ്യാൻ കഴിയും. നായകളെ അടിമപ്പെടുത്താൻ കഴിയും. സിംഹങ്ങളെ വരെ അടിപ്പെടുത്താൻ കഴിയും. പുലിപ്പുറത്ത് കയറി പോവുക. ഇന്നയാള് പുലിപ്പുറത്ത് കയറിയാണ് പോവാറുള്ളത്, യാത്ര വരിക എന്ന് വലിയ കാര്യമല്ല. അതൊക്കെ ഏത് സാഹിറിനും കഴിയുന്ന കാര്യമാകുന്നു. സിഹർ കൊണ്ട് കഴിയും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ശ്രദ്ധിക്കാം. മനുഷ്യന്റെ കഴുതയാക്കി കോലം മാറ്റി കാണിക്കാൻ സാഹിറിന് കഴിയും. ഹിമാറ ഇൻസാന, കഴുതയെ തിരിച്ചിങ്ങോട്ടാക്കാൻ കഴിയും. ഒക്കെ കഴിയും. അങ്ങനെയൊക്കെ മാറ്റാൻ കാണിക്കാൻ കഴിയും.
കുറച്ച് സമയം ഉണ്ടാവും, സമയം കഴിഞ്ഞാൽ മറ്റേ കഴിയോലോ. ചില പ്രത്യേക സാധനങ്ങൾ കഴിയും. ഉദാഹരണം പറയാ, അങ്ങാടി നമ്മളെ ചില പെർഫ്യൂമുകൾ വാങ്ങും, നിസ്സാര പൈസക്കുള്ള പെർഫ്യൂം, ഭയങ്കര രസമുണ്ടാവും. അത് ആദ്യം തേക്കുന്ന സമയത്ത് പിന്നെ അതിന്റെ വാസന കൊണ്ട് ഭാര്യ പോലും അടുത്തേക്ക് വരൂല, അതുപോലത്തെ ഇങ്ങോട്ട് പോകും. അത് കുറഞ്ഞ സമയത്ത് ഗ്യാരണ്ടി ഉള്ളൂ, അത് കഴിഞ്ഞാൽ അവരുടെ കോലം മാറും. അങ്ങനെ വരും. അതൊക്കെ അതിനെ കുറഞ്ഞ നേരത്തെ ഒരു ചില രസത്തിൽ നിലനിർത്താൻ കഴിയും, അത്രയൊക്കെ കഴിയും. അങ്ങനെയാണ്, അത്രേ കഴിയും, അതിന്റെ ഇടയൊക്കെ പെടുത്താൻ കഴിയും. ഹിമാറ എന്ന് അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയും. ചില വാക്കുകളും ചില മന്ത്രങ്ങളൊക്കെ അവർ ചെല്ലിയാൽ ചില കോലത്തിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് കഴിയും എന്ന് ഞാൻ വിശദീകരിക്കണില്ല. ഇന്ന അഅ്മാല സഹറത്തി യുംകിനു ഇബ്താലുഹാ, അതിനെ ബാത്തിലാക്കാൻ കഴിയും എന്ന്. മുസ്ലിമീങ്ങളോട് യുദ്ധം ചെയ്തപ്പോൾ റുസ്തും എന്ത് ചെയ്തു? ഒരു സ്വർണത്തിന്റെ തകിട് കൊടിയിൽ കെട്ടി ഖാദിസിയ യുദ്ധം. ആ കൊടി പിടിച്ചാൽ ഒരിക്കലും പരാജയപ്പെടുകയിൽ പലരോടും യുദ്ധം ചെയ്തപ്പോൾ പരാജയപ്പെടുത്തിയിട്ട് തകർത്ത് തരിപ്പണമാക്കി മടങ്ങിപ്പോന്ന സൈസ് ഒരു കൊടി ഉണ്ടായിരുന്നു അവരുടെ കയ്യിൽ. ആരുടെ കയ്യിൽ? പേർഷ്യക്കാരുടെ കയ്യിൽ. ആ കൊടി പിടിച്ചിട്ടാണ് ഖാദിസിയയിലേക്ക് മുസ്ലിമീങ്ങളെ നേരിടാൻ വന്നത്. പക്ഷേ സഹാബികൾ ആ കൊടിയെ പിച്ചു ചിന്തി. നിങ്ങൾ ഇവിടെ ഉണ്ടാവോ? അവര് പറയുന്നുണ്ട് ഈ സംഭവം, താഴ്വ ഈ സംഭവം പറയുന്നുണ്ട്, വിശദീകരിക്കുന്നില്ല. ശുദ്രം കലർന്നൊരു തിൽസമാത്തതിലുള്ളതാ, പൊന്നിന്റെ തകിടിലുമാക്കി കൊടിയിൽ വെച്ചതാ, ഇത് തിൽസമാത്തിന്റെ അഹിലുകാർ നിർമ്മിച്ചതാ, എന്നിട്ടു ഭദ്രമിൽ രാജനും സൂക്ഷിച്ചതാ. കൊടിയിതു പിടിച്ചും കൊണ്ട് യുദ്ധം ചെയ്തവൻ വിജയത്തിലായി മടങ്ങേണമെന്നാ പിന്നവൻ. സൈന്യങ്ങളും ഓടാതെ തന്നെ നിൽക്കണം, ഇവയൊക്കെ ആ കൊടിക്കുള്ള കഴിവൻ ഓർക്കണം. ഈ ജാതി കൊടിയായിരുന്നു ആ കൊടി. ആ കൊടി പിടിച്ച് ഒരാൾ മുന്നിൽ നിന്നാൽ സൈന്യം ഒരിക്കലും ഓടൂല. അങ്ങനെ അത്ര വലിയ സെഹറിന്റെ കൊടിയും പിടിച്ചിട്ടാണ് റുസ്തമിന്റെ പട്ടാളക്കാർ ഖാദിസിയയിൽ മുസ്ലിമീങ്ങളെ എതിരിടാൻ വന്നിട്ട് എന്തുണ്ടായത്? പാഞ്ഞ സ്ഥലം കണ്ടില്ല. കാരണം അള്ളാന്റെ ഖുർആനെ പരാജയപ്പെടുത്താൻ കഴിയാത്ത ഒരു സെഹറുമില്ല ഉമ്മത്ത് മുഹമ്മദേ. ഒരു പേടി പേടിക്കണ്ട. പിന്നെന്താ? ഏറ്റവും വലിയ ചരിത്രത്തിലെ ഏറ്റവും വലിയ സേർ ചെയ്ത ആളാണ് റുസ്തും, പേർഷ്യക്കാരനായ റുസ്തും ചക്രവർത്തി. ആർക്കെതിരെ? മുസ്ലിമീങ്ങൾക്കെതിരെ. നോക്ക്, ഏറെ പ്രസിദ്ധിയിൽ ഉള്ളതാ പല സമരവും, അതിലൊന്ന് തന്നെ ഖാദിസിയ യുദ്ധവും. സുബ്ഹാന റബ്ബി, എന്ത് വൻ പോരാട്ടമാ അസ്ഹാബികൾ സഹിച്ചെന്നതെന്തൊരു ത്യാഗമാ. അവർ കണ്ണുമുള്ളത് കൈമുടലീമാനാ. അല്ലാഹുമ്മ ജഅൽനാ മഅഹും, അല്ലാഹുമ്മ ജഅൽനാ മഅഹും, അല്ലാഹുമ്മ ജഅൽനാ മഅഹും യൗമ ലാ യൻഫഉ മാലും വലാ ബനൂന ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. അവർ കണ്ണുമുള്ളത് കൈമുടലീമാന, പിന്നെന്ന് പറയാനുള്ളതാണ് യഖീന. രണാങ്കണത്തിൽ വന്നടാനിൽ കുന്ന്, വീരൻ പരാക്രമശാലി മലറുന്ന്. പ്രസ്തുതലിവാൻ അവൻ കയ്യിലാണിരിക്കുന്നത്, വിജയം തനിക്കാണെന്ന ഗമയാണുള്ളത്. അടുപ്പിന് ചൂടു പിടിച്ചു സമരമായി അസ്ഹാബികൾ ഇര കണ്ട സിംഹം പോലെയായി. ശത്രുക്കളെല്ലാം ഓട്ടമായി കൊടിക്കാരനും വീണെന്ന് കഴിവില്ലാതെ ഇരയായി വാളിനും. ആ കൊടിക്കാരനാണ് ആദ്യം കൊണ്ടത് അസ്ഹാബ് മുഹമ്മദ്. ധൈര്യത്തിലിരുന്നോളൂ, എന്ത് പേടിയാ. ശത്രുക്കളെല്ലാം ഓട്ടമായി കൊടിക്കാരനും വീണെന്ന് കഴിവില്ലാതെ ഇരയായി വാളിനും. സത്യം പുലർന്നപ്പോൾ സത്യം മാഞ്ഞട
ഖുർആൻ ശരീഫിൽ വ്യക്തമായി പറയുന്നതാ. ഫിർഔന്റെ ക്ഷുദ്രക്കാര് തോറ്റു സുജൂദിലായി. മൂസാ നബി വടി വിട്ട് ഹക്ക് പുലർന്നതായി. 61 നോക്ക് നിയത് ദായിറ. വിഷയം അതിൽ പറയുന്നതാണ് ബിലം തിറ. സിഹറിന്റെ ശല്യമിൽ നിന്ന് റബ്ബേ കാക്കണേ. കുരുക്കൊക്കെയും നീ മാറ്റി വിജയം നൽകണേ. ഈ ഒരു ചരിത്രമാണ്. ഖാദിസിയ യുദ്ധത്തിൽ റുസ്തുമിന്റെ പട്ടാളക്കാര് സിഹറിന്റെ കൊടി പിടിച്ച് സ്വഹാബികൾക്കെതിരെ വന്നു. തോറ്റില്ലേ, തൊപ്പിട്ടിട്ടില്ലേ, പിച്ചി ചീന്തി ആ കൊടിയടക്കം ആദ്യം വിട്ട് കിട്ടിയത് കൊടിക്കാരനാണ്. എന്തുകൊണ്ട്? ഉറക്ക പറഞ്ഞേക്കേ കലിമത്തില്ല ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ഒരു വാക്കിനെ തോൽപ്പിക്കാൻ കഴിയാത്തൊന്നുമില്ല. അതുകൊണ്ടാണ് അത് പ്രപഞ്ചത്തിന്റെ ഫൗണ്ടേഷൻ ആയത്. കലിമത്ത് തൗഹീദ്. ഖാദിസിയ യുദ്ധത്തിൽ റുസ്തമിന്റെ ക്ഷുദ്രം സിഹറും തകർന്ന് തരിപ്പണായി. ലോകത്ത് ഭയങ്കര സംഭവമാണ്. എന്നായിരുന്നു ആ കൊടിയുടെ പേര്. കാനബിയാൽ വാക്കഫുൽ മിഅനിൽ അദദി മൻസൂജൻ ബിദ്ദഹബി. സ്വർണം കൊണ്ട് പിടിപ്പിച്ചിരുന്നു. അവിടെയാണ് ആ യുദ്ധത്തിൽ റുസ്തും എന്ന ലോകത്തെ പോക്കിരിയെ മുസ്ലിം ഉമ്മത്തെ പിച്ചു ചിന്തി അവനെ ഇല്ലാതാക്കി. അവന്റെ പട്ടാളത്തെ റുസ്തുമിനെ കൊല ചെയ്തു. അവർ തകർന്ന് തരിപ്പണമായി. ഏത് യുദ്ധത്തിലും വിജയിക്കുമെന്ന് പറഞ്ഞ കൊടിയായിരുന്നു ഇത്. എന്നാൽ ഒരു കോടിയുണ്ട്. അല്ലത്തി യകൂനു ഫിഹാ ലാ തുഹ്സമു അസ്ല. പരാജയപ്പെടുകയില്ല. ആ കൊടി മദറുലിലാഹി, അല്ലാഹുവിന്റെ സഹായമാണ്. ഇനി ഞാൻ തിരിച്ചൊരു സംഭവം പറഞ്ഞുതരാം. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഖാലിദ് ബിനുൽ വലീദ്, ഖാലിദ് ബിനുൽ വലീദ് പരാജയപ്പെട്ടിട്ടില്ല. പരാജയം എന്നൊരു സംഭവം ഖാലിദ് ബിനുൽ വലീദിന് ഇല്ല. അതാണ് സൈഫുല്ലാഹ്, അള്ളാന്റെ വാൾ. എത്രയേറെ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടും വീട്ടിൽ കിടന്ന് മരിച്ചു ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹു. ഒന്നും പറ്റില്ല. കാരണം ബഹുമാനപ്പെട്ടവർക്ക് തൊപ്പി ഉണ്ടായിരുന്നു. ആ തൊപ്പി ഇടാതെ യുദ്ധത്തിൽ പോവില്ല. എന്തായിരുന്നു തൊപ്പിയുടെ പ്രത്യേകത? വകാനത്ത് ശഅറാത്ത് മിൻ ശഅരിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഖലൻസുവത്തി ഖാലിദ് ബിനുൽ വലീദ്. ഖാലിദിന്റെ തൊപ്പിയിൽ റസൂലുള്ളാഹിന്റെ മുടി തുന്നി പിടിപ്പിച്ചിരുന്നു. ഫലം യശ്ഹദ ബിഹാ ഖിതാലൻ ഇല്ലാ റുസിഖൻ നസ്റ. വിജയം കൊണ്ടല്ലാതെ അദ്ദേഹം മടങ്ങി വന്നിട്ടില്ല. അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയ ഒരാളും ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ആരെ? ഖാലിദ് ബിനുൽ വലീദ്. ഖാലിദ് ബിനുൽ വലീദ് ഖുലഫാഉൽ അർബഅ കഴിഞ്ഞാൽ ലോകം ഏറ്റവും ബഹുമാനിക്കുന്ന നേതാവാണ് ഖാലിദ് ബിനുൽ വലീദ്. വലിയ മഹാനാ. തോപ്പിച്ചില്ല. നേരെ മറിച്ച് സിഹറിന്റെ കൊടിയും കൊണ്ട് വന്നിട്ട്, ലോകത്തെ ഏറ്റവും വലിയ സിഹറിന്റെ കൊടിയും വന്നിട്ട് ആ കൊടിയെ പിച്ചി ചീന്തി അസ്ഹാബ് മുഹമ്മദിൻ. ആദ്യം കൊണ്ടത് കൊടി പിടിച്ചോ തന്നെ പരാജയപ്പെട്ടു. ആ കൊടിയുടെ ഷർത്തായിരുന്നു. ആ സിഹറിന്റെ കൊടി പിടിച്ചവർ പരാജയപ്പെട്ടില്ല. ആ പടവും പഴയും പരാജയപ്പെട്ടില്ല. പക്ഷെ ആദ്യം അവർ പരാജയപ്പെട്ടു. എന്റെ അള്ളാഹുവിന്റെ കലാമിനെ മേൽ വിജയിക്കാൻ ആരുമില്ല. അത് മുത്തവക്കിലീങ്ങൾ പിടിച്ചാൽ, മുത്തവക്കിലീങ്ങൾ പിടിക്കണം, തവക്കുലുള്ളവർ പിടിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ പേടിക്കണ്ട. ഇതിന്റെ മേലെ എനിക്ക് സേറ് ബാധിച്ചു, എന്താ ഞാൻ ചെയ്യാം? പേടിക്കണ്ട. അതുകൊണ്ട് നീ ബേജാറാവണ്ട. അപ്പോൾ മുഅ്മിനീങ്ങളെ കാര്യം ചിന്തിക്കണം. പക്ഷേ വിഷയം പരിഹാരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ നിയമം പറഞ്ഞുതരാം. നോക്കൂ, 7 വൻദോഷങ്ങളിൽ 2 ദോഷം കൊണ്ടാണ് മനുഷ്യർ കാഫിറാകുമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത്. 1 ശിർക്കാണ്, 2 സിഹ്റാണ്, മറ്റുള്ളത് മുഴുവനും ദോഷാണ്. 7 വൻദോഷങ്ങളിൽ 2 ദോഷം കൊണ്ട് ഹറാമ് മാത്രമല്ല വരിക, കുഫ്റും വരും. അല്ലാഹു കാക്കട്ടെ. കാരണം വമാ കഫറ സുലൈമാനു എന്നാ പറഞ്ഞത്. സുലൈമാൻ കുഫ്ർ ചെയ്തിട്ടില്ല, സിഹർ ചെയ്തിട്ടില്ല എന്ന് പറയുന്നതിന് പകരം കുഫ്ർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. കാരണം സിഹർ കുഫ്റാണ്. അല്ലാഹു കാക്കട്ടെ. 7 ചിന്തയ്ക്ക് തലേക്ക് കേട്ട്. അതുകൊണ്ട് ഒരിക്കലും സാഹിറിന്റെ അടുത്ത് പോകരുത്. അല്ലാഹു കാക്കട്ടെ. എന്താണെങ്കിലും മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. എന്നൊക്കെ
ചില സ്ഥാപനങ്ങളിൽ കുട്ടികൾ ചെന്ന ആ സ്ഥാപനത്തിന്റെ ആളുകൾ, ആ സ്ഥാപനത്തിൽ കുട്ടികൾ പ്രവേശിച്ചാൽ കുട്ടികൾക്ക് രോഗം വരിക, ചുമ വരിക, വളരെ കടുത്ത സിഹർ. ഇതൊക്കെ ചെയ്തു കൂട്ടുന്ന ആളുകളുണ്ട്. കടുത്ത സിഹർ ചെയ്തിട്ടുണ്ടാവും, ഉണ്ടാവും. അള്ളാന്റെ കോടതിയിൽ തെളിയും. പക്ഷേ ദുനിയാവിൽ അവൻ കാഫറായിട്ട് കേട്ടു. അള്ളാഹു കാക്കട്ടെ. 7 വൻദോഷങ്ങളിൽ ശിർക്ക് ഏതായാലും കുഫ്ർ തന്നെ. സിഹറും കുഫ്റാണെന്ന് അനവധി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അൻ വഹബിൻ മുനബ്ബഹിൻ ഖാല ഖറഅതു ഫീ ബഅദിൽ കുതുബി യഖൂലുല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അന ലൈസ മിന്നി മൻ സഹറ വലാ മൻ സുഹിറ ലഹു. സിഹർ ചെയ്തവനും ആർക്ക് വേണ്ടിയാണോ സിഹർ ചെയ്തവൻ അവനും എന്നിൽപ്പെട്ടവനല്ല. എന്റെ ഒരു റഹ്മത്തും അവൻ അന്ത്യനാളിൽ പ്രതീക്ഷിക്കണ്ട എന്ന് അല്ലാഹു പറയുന്നതായി ബഹുമാനപ്പെട്ട വഹബിൻ മുനബ്ബഹ് റളിയല്ലാഹു അൻഹു. ശ്രദ്ധിക്കണേ. സിഹർ ചെയ്തു കൊടുത്തവനും സിഹറിന് വേണ്ടി ആളെ തെരഞ്ഞു പോയവൻ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. അവന് സിഹറിന് വേണ്ടിയിട്ട് അവൻ ഒരാളെ സമീപിച്ചു. സിഹർ ചെയ്യിപ്പിച്ചവനും സിഹർ ചെയ്തു കൊടുത്തവൻ. അൽകായിനു സാഹിറുൻ വൽ സാഹിറു കാഫിറുൻ അൻ അലി ഇബ്നു അബി ത്വാലിബ് അലി റളിയല്ലാഹു അൻഹു തൊട്ട് ഖാല അൽകാഹിനു സാഹിർ ജോൽസ്യൻ മരണക്കാരനാണ്, മരണക്കാരൻ കാഫിറാണ്. വസാഹിറു കാഫിറുൻ. അൽ കബായിർ ഇമാം ദഹബി റളിയല്ലാഹു അൻഹു തന്റെ കബായിറിൽ രേഖപ്പെടുത്തുന്നു അലി ഇബ്നു അബി ത്വാലിബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിഹർ ചെയ്യാൻ പോകരുത്, സിഹറിന്റെ മുറ്റത്തേക്ക് പോലും പോകരുത്. പടച്ചോൻ കാക്കട്ടെ. സിഹർ ചെയ്തവന്റെ പരിസരത്ത് പോകരുത്. ഞാൻ നേരത്തെ പറഞ്ഞേക്കാൾ കടവരാണത്. എല്ലാ ഉപദേശവും കേൾക്കുക. ഉപദേശം എന്ന പേരിൽ എല്ലാ പ്രസംഗവും കേൾക്കാൻ പോകരുത് നിങ്ങൾ പറഞ്ഞല്ലോ. എന്നതുപോലെ പോകരുത്, അതിന്റെ പരിസരത്ത് പോകരുത്. കാരണം തടയാൻ നമുക്ക് കഴിയില്ല. പലരും നമ്മളെ അധികാരം നേടും. പോകരുത്, ആ ഏരിയക്ക് പോകരുത്. സാഹിർ കാഫിറാണ്, മരണം ചെയ്തവൻ കാഫിറാണ്. അലി ഇബ്നു അബി ത്വാലിബ് 3 വിഭാഗം ആളുകൾക്ക് സ്വർഗമില്ല. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടവൻ മുസദ്ദിഖും ബിസ്സഹറത്തി, ജ്യോത്സ്യന്മാരെ വാസ്തവമാക്കി നടക്കുന്നവന് സ്വർഗം ഉണ്ടാവില്ല. അല്ലാഹു കാക്കട്ടെ. ജ്യോത്സ്യന്മാരെ വാസ്തവമാക്കി നടക്കുക ഇവിടെയൊക്കെ ഉണ്ടല്ലോ. വെള്ളിയാഴ്ച നേരത്തെ, ളുഹറിന്റെ നേരത്തെ, ജുമയുടെ നേരത്തെ ഇളകി പറയുന്ന ചില സാഹചര്യങ്ങളുണ്ട്. ആ നേരത്തെ ഇളകി പറയാം, ആ നേരത്തെ കള്ളുടിക്കണം. മനസ്സിലായില്ല? എന്തുകൊണ്ട്? ഏറ്റവും വലിയ തെറ്റ് ചെയ്യുമ്പോൾ അവരെ ശൈത്താൻ ഇഷ്ടപ്പെടുക. മനസ്സിലായില്ല? ഏതൊരു ജീവിക്കും പേടിയുള്ള സമയമാണ്, ദിവസമാണ് ഏത്? വെള്ളിയാഴ്ച. മനുഷ്യന്മാരെ, അവര് കാഫിറും കാഫിറത്തുമാണ് എന്ന് പുണ്യനബി വിശദീകരിച്ചിട്ടുണ്ട്. അതിന്റെ പിന്നാലെ നടക്കുന്നവർക്ക് സ്വർഗമില്ല. ശ്രദ്ധിക്കണം. 4 കാര്യം കൊണ്ട് പെണ്ണുങ്ങൾക്ക് സ്വർഗത്തേക്ക് പോകാൻ കഴിയും. എന്നിട്ടും കൂടുതൽ പെണ്ണുങ്ങൾ നരകത്തിൽ വരാനുള്ള കാരണം ഇപ്പോഴല്ലേ നമുക്ക് കുട്ടൻസ് പിടികിട്ടിയത്. 4 കാര്യം ഉണ്ടായാൽ മതി പെണ്ണുങ്ങൾക്ക് സ്വർഗത്തിൽ വരാം. ഇതാ സ്വല്ലത്ത് ഖംസഹ വസാമത്ത് ശഹ്റഹ വഹഫിളത്ത് ഫർജഹ വഅതാഅത്ത് ബഅലഹ. 4 കാര്യം ഉണ്ടെങ്കിൽ പെണ്ണിന് സ്വർഗം കിട്ടും. ആണുങ്ങൾക്ക് 4000 കാര്യം ഉണ്ടെങ്കിലും സ്വർഗം കിട്ടൂല. പെണ്ണിന് 4 കാര്യം ഉണ്ടായ സ്വർഗം കിട്ടും. എന്നിട്ടും കൂടുതൽ പെണ്ണുങ്ങൾ നരകത്തിലേക്ക് പോയി. എന്റെ ഇതൊക്കെ തന്നെ കാരണം. ഞാൻ പറഞ്ഞില്ലേ, ഭൗതിക നേട്ടത്തിന് വേണ്ടിയിട്ട് സാഹിര്യങ്ങളെ ജ്യോത്സ്യന്മാരെ സമീപിക്കുന്നവരുണ്ട്. ഇന്ന സാഹിറല്ലദീ യഅമലു സിഹ്റ വയുബാശിറു കാഫിറുൻ മുസ്തഹിഖുൻ ലിൽ ഖത്ലി. ഇസ്ലാമിക കോടതി അയാളെ കൊല ചെയ്യേണ്ടതാണ്. അസ്സിഹ്റു കുഫ്റുൻ വമുതഅല്ലിമുഹു കാഫിറുൻ. ഫത്ഹുൽ ബാരി ഷാഫി ഇമാം പറയാ, വലാ യകൂനു ഇല്ലാ ബിത്തഅബ്ബുദി ലിശ്ശൈത്വാനി അവലിൽ കവാകിബി. ചില നക്ഷത്രങ്ങളെയും ശൈത്താന്മാരെയും ആരാധിച്ചുകൊണ്ടേ സിഹർ ചെയ്യാൻ കഴിയൂ. സിഹർ ചെയ്തവൻ കാഫിറാണ് എന്ന് ഫത്ഹുൽ ബാരി ഹാഫിള് ഇബ്നു അസ്ഖലാനി തങ്ങൾ. അത് തന്നെ ഹനഫി ഇമാം പറയുന്നു, അത് തന്നെ മാലികി ഇമാം. ഖാല അഹ്ലുസ് സനാഅത്തി ഇന്ന സിഹ്റ ലാ യത്തിമു ഇല്ലാ മഅൽ കുഫ്രി വൽ ഇസ്തിക്ബാരി ഔ തഅദീമി ശൈത്താൻ ഫസ്സിഹ്റു ഇദൻ ദാലുൻ അലൽ കുഫ്രി. സിഹർ കുഫ്റാണ്. തഅല്ലമു സിഹ്രി വതഅലീമുഹു ഹറാം ലാ ലഅന ഫീഹി ഖിലാഫൻ ബൈന അഹ്ലിൽ ഇൽമി വയക്ഫുറു സാഹിറു ബിതഅലീമിഹി വഫിഅലിഹി. ആര്? അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു. ഞാൻ വിശദീകരിക്കുന്നില്ല. എല്ലാ പണ്ഡിതന്മാരെ, നേതാക്കൾ, എല്ലാ മഹാന്മാരുടെയും അടുക്കൽ അത് കുഫ്റും ഹറാമുമാകുന്നു. ഒരിക്കലും അതിനാശ്രയിക്കാൻ പാടില്ല. അള്ളാന്റെ അസ്മാ കൊണ്ടല്ലാതെ, അള്ളാഹുവിന്റെ കെലിമാത്ത് കൊണ്ടല്ലാതെ ചികിത്സയില്ല. അങ്ങനെ അല്ലാത്തൊരു ആത്മീയ ചികിത്സയില്ല. അത് ചികിത്സിക്കുന്നവരും ശ്രദ്ധിക്കണം. ചികിത്സിക്കുന്നവർ സാലിഹ്യങ്ങളായിരിക്കണം. സാലിഹ്യങ്ങളും സാലിഹാത്തുകളും ആകണം. പടച്ചോൻ തൗഫീഖ് ചെയ്യട്ടെ.
അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ശ്രദ്ധിക്കണം. അവരൊരു ടിവിയിലെ സീരിയൽ കണ്ട് രസിക്കുന്നവര് പോലും ആകാൻ പാടില്ല. ശ്രദ്ധിക്കണം. വീട്ടിൽ ഇന്നാലിന്നാള് ഇന്നാലിന്ന കുരുക്കള് അനന്താരണം. കുരുക്കന്മാരെ പറ്റി അങ്ങനെ പറയുന്നുണ്ട്. കുരുക്കന്മാരെ കയ്യിലുള്ള പല ജാതി കാര്യങ്ങളും സെഹറിലേക്ക് ചേർക്കുന്നതാണ്. ഒന്നും വിചാരിക്കരുത്. ചില സെഹറിന്റെ മന്ത്രങ്ങൾ അവരെ കയ്യിലുണ്ട്. കുരുക്കന്മാർ അവര് ചില പിതാക്കന്മാരുമായുള്ള ചില സെഹറിന്റെ ബന്ധം അവർക്കുണ്ടാകും. കുരുക്കന്മാരുടെ പല കാര്യങ്ങളിലും ചില കുരുക്കന്മാരുടെ വേലത്തരങ്ങൾ പലതും സെഹറിലേക്ക് ചേർക്കപ്പെടുന്നവയാണ്. കുരുക്കന്മാരുടെ തടവലും മറ്റുമല്ല ഞാൻ പറയുന്നത്. ഹക്കായ നിലയിൽ ചികിത്സിക്കുന്ന തൽസമാത്തിന്റെ കുരുക്കന്മാരെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ശ്രദ്ധിക്കാം. അതായത് ശ്രദ്ധിക്കണേ, കുരുക്കന്മാരൊന്നും വിചാരിക്കരുത്. അതായത് ഖുർആൻ കൊണ്ടല്ലാത്തൊരു ചികിത്സ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. എന്നാൽ ചില കുരുക്കന്മാര് അവര് ചില പ്രപിതാമഹന്മാരെ പൂജിച്ചും മറ്റും നടത്തുന്ന ചില സേവകളുണ്ട്. അപ്പൊ കുരുക്കന്മാരെ നടത്തുന്ന സേവകൾ മുഴുവനും കൂടി ഒന്നും ഹക്കിന്റെ ചികിത്സ അല്ല. ശ്രദ്ധിക്കണം. പല കുരുക്കന്മാരെ കേന്ദ്രവും എനിക്കറിയാം. കുരുക്കൾ കേന്ദ്രം, കുരുക്കളെടുത്ത് പോയി എന്താണെങ്കിൽ കുരുക്കളെ ഓടിയാൽ ശരിയാവും. കുരുക്കളെ ഹക്കും പാത്തിരില്ല. കുരുക്കൾക്ക് ഹക്കും പാത്തിരൊന്നും ഉണ്ടാവും. ഒന്നും ഹക്കും പാത്തിരില്ല. പിന്നെ ഏത് നട്ടപ്പാതിരക്കും കുരുക്കള് ഒരു ചെറുപ്പക്കാരി പെൺകുട്ടിയെയും വാതിലടച്ചിട്ട് റൂമിലിരിക്കും. ഹൽബത്തും അജ്നബിയത്തന്നെ ഹറാമാണല്ലോ. പിന്നെ എന്തിനാ കൂടുതൽ പറയേണ്ട ആവശ്യം? ഒന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെ വെക്കുക. അന്യ പെണ്ണിനെ കൊണ്ട് ഒന്നും ചെയ്തില്ല എന്ന് തന്നെ വെക്കുക. പക്ഷെ അന്യ പെണ്ണിനെ കൊണ്ട് ഒറ്റക്കൊരു മുറിയിൽ ഇരിക്കൽ ഹറാമാണ്. ഈ കൂടുതൽ വർത്താനം തന്നെ പറയണ്ടേ. ഇത് മുഹമ്മദ് നബിയുടെ നിയമമാണ്. സെഹറിന്റെ നിയമം ഉണ്ടെങ്കിൽ അത് അടുപ്പിൽ കുഴിച്ചിടേണ്ടതാണ്. മുഹമ്മദ് നബിയുടെ നിയമത അൽ ഖൽബത്തു മഅൽ അജ്നബിയത്തി ഹറാമാണ്. അന്യ പെണ്ണുമായി ഒരു റൂമിൽ ഒറ്റക്കിരിക്കൽ ഹറാമാണ്. ശ്രദ്ധിച്ചോ? അന്യ ഒരു പെണ്ണുമായി ഒരു മുറിയിൽ ഒറ്റക്കിരിക്കൽ ചികിത്സക്ക് പോലും ഹറാമാണ്. അന്യ പെണ്ണുമായി ഒരാണ് ഒറ്റക്കൊരു മുറിയിലിരിക്കൽ ഹറാമാണ്. ഒന്നുകൂടെ ശ്രദ്ധിക്കണുണ്ടോ പറഞ്ഞത്? എന്താ പറയാ? ചികിത്സയാണ്, മന്ത്രിച്ചൂടാണ്, ഹറാമാണ്. ബോബൻ മോളയില് മുമ്പ് ടോംസ് എഴുതിയതിലുണ്ടായിരുന്നു. കുട്ടികള് പറഞ്ഞ ഒരു വാക്ക്, ടോംസിന്റെ ഒരു പഴയ കാലത്തെ ഒരു ഫലിതം. കുട്ടികളെ പോലീസ് പിടിച്ച് പോലീസ് സ്റ്റേഷനിലാക്കിയപ്പോൾ ആ മുത്തച്ഛൻ, ഒരു മത്തങ്ങത്തലയുള്ള ഒരു മുത്തച്ഛനുണ്ട് ബോബനും മോളിലും. അയാൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോ കുട്ടികളെ എന്താ ഉണ്ടായെന്ന് വെച്ചു. അപ്പൊ കുട്ടികൾ പറഞ്ഞു, ഞങ്ങൾ സമാധാനപരമായി ബസ്സിനെ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളെ പോലീസ് പിടിച്ചത് എന്ന് പറഞ്ഞതുപോലെ. അല്ല, ഇങ്ങനെയാ പറഞ്ഞത്. ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾ സമാധാനപരമായി ബസ്സിനെ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളെ പോലീസ് പിടിച്ചത് എന്ന് പറഞ്ഞതുപോലെ ഒന്നും ചെയ്യൂല, ഒറ്റക്കിരുന്ന് മന്ത്രിക്കൊള്ളുന്നതാണ്. അതന്നെ ഹറാമാണ്. ഒറ്റക്കിരിക്ക ഹറാമാണ്. അവളുടെ ഭർത്താവിന്റെയോ, ഇനി അങ്ങനത്തെ ഒരു ചികിത്സ ചെയ്യണമെങ്കിൽ ഭർത്താവിന്റെയോ, അല്ലെങ്കിൽ അവളെ പോലത്തെ സ്വാലിഹാത്തായ മറ്റു പെണ്ണുങ്ങളുടെയോ കൂട്ടത്തിലോ, അല്ലെങ്കിൽ അവളുടെ വിവാഹബന്ധം നിഷിദ്ധമായിട്ടുള്ള ആങ്ങള മാപ്പ പോലത്തെ കൂട്ടത്തിലോ അല്ലാതെ ഒരു പെണ്ണിന്റെ മേൽ ഒരു അത്യാവശ്യ കർമ്മം പോലും ഒരു തത്സമാത്ത ചെയ്യുന്നവൻ ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇരുട്ടുമുറികൾ, ഇന്ന് ഇരുട്ടുമുറികളിൽ ഇതൊക്കെ ചെയ്യുന്ന ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട്. അവർ വലിയ താടിയൊക്കെ നീട്ടിയിട്ട് നടക്കും, വലിയ താടിക്കാരായിരിക്കും, ഇടക്കാർക്ക് അള്ളാ അള്ളാ എന്നൊക്കെ പറയും ചെയ്യും. അത് അവരുടെ ചില കളികൾ മാത്രമാണ്, അതിലൊന്നുമില്ല. അല്ലെങ്കിൽ വഞ്ചിതരാകും വേണ്ട. രണ്ട് കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് അവസാനിപ്പിക്കാം. മുഅ്മിനീങ്ങളെ, സെഹർ ചെയ്തവനെ കൊല്ലണം അവന് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഹദ്ദു സാഹിരി ളർബുഹു ബിസൈഫി എന്നാണ്. അവനെ ഇസ്ലാമിക കോടതി കൊല്ലണം. നിങ്ങൾ കൊല്ലണം എന്നല്ല, ഇസ്ലാമിക കോടതി കൊല്ലണം. അൽ ഖത്ലു ഹദ്ദു സാഹിരി അൽ ഖത്ലു ലിഅന്നഹു കഫറ ബില്ലാഹ്. സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ മരണത്തിന്റെ ഒരു കൊല്ലം മുമ്പ് തന്റെ ഭരണ പ്രദേശങ്ങൾ അരിക്കി പെറുക്കിയിട്ട് മുഴുവൻ പരിശോധിച്ചു. എവിടെയെങ്കിലും സാഹിർ ഉണ്ടെങ്കിൽ കൊലപ്പെടുത്തണം എന്ന് പറഞ്ഞു. മനസ്സിലായില്ല? ഗവർണർമാർക്ക് മുഴുവനും കത്തയച്ചു. സ്വഹീഹുൽ ബുഖാരി അത് സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കണേ. ബുഖാരിയിലെ ഹദീസാണ് ഈ പറഞ്ഞ വായിക്കുന്നത്. ബുഖാരി എന്ന് വായിക്കുക, സ്വഹീഹുൽ ബുഖാരി എന്ന് വായിക്കുക. മരണത്തിന്റെ ഒരു കൊല്ലം മുമ്പ് അറബ് പ്രദേശങ്ങൾ മുഴുവനും, ഇസ്ലാമിക അധീനതയിലുള്ള പ്രദേശങ്ങൾ മുഴുവനും അരിക്കി പെറുക്കിയിട്ട് തെരയിച്ചു സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ്. എവിടെയെങ്കിലും സെഹറിന്റെ മഠങ്ങളോ മറ്റോ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ തെരഞ്ഞു പിടിച്ച് അതിന്റെ അധിപരെ കൊലപ്പെടുത്തണമെന്ന് കൽപ്പന കൊടുത്തു സയ്യിദുന ഉമർ റളിയല്ലാഹു അൻഹു. അതാണ് കിതാബ് ഉമറ ഖബല മൗതിഹി ബിസ്സന അൻ യഖ്തുലു കുല്ല സാഹിരിൻ വസാഹിറ. എല്ലാ ജ്യോത്സ്യന്മാരെയും എല്ലാവരെയും കൊലപ്പെടുത്തുക എന്ന്. എവിടെ ഞാൻ വിശദീകരിക്കുന്ന എല്ലായിടത്തും അത് പറയുന്നുണ്ട്. തൗബ വരെ
തൗബ ചെയ്യുമോ എന്ന് വരെ ചോദിക്കേണ്ടയില്ല, ഉടനെ കൊല ചെയ്യപ്പെടണം. ഇസ്ലാമിക കോടതി വലാ യഖ്ബലു ഖൗലഹു, അവന്റെ വാക്കിനെ യഖ്ബലു ഖൗലഹു, അവന്റെ വാക്ക് സ്വീകരിക്കപ്പെടരുത്. ഇനി അത്റുക്കു സിഹ്റ വഅതുബു മിന്നു, ഞാൻ തൗബ ചെയ്യാം, ഇന്ന് മുതൽ ഞാൻ നന്നാവാന്ന് പറഞ്ഞാലും സ്വീകരിക്കാൻ പാടില്ല. മനസ്സിലായില്ല? ശ്രദ്ധിക്ക്. ഒരു സാഹിറിനെ പിടികൂടിയാൽ ഇന്നു മുതൽ ഞാൻ നന്നാവും, ഞാൻ സിഹർ ചെയ്യൂല എന്ന് പറഞ്ഞാൽ പോലും സ്വീകരിക്കപ്പെടരുത്. ഉടനെ അവനെ ഇസ്ലാമിക കോടതി കൊലപ്പെടുത്തണം എന്നാണ് നിയമം. ഇതെന്തിനാ ഞാൻ പറഞ്ഞെന്നറിയോ? ഇത്തരം ചെയ്യുന്ന ആളുകളെ എന്ത് പറഞ്ഞാലും പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം. നമ്മളിപ്പോ കൊല്ലാന്നുള്ള നമ്മളെ നിയമമല്ല, നമ്മൾ നിയമം കയ്യിലെടുക്കാൻ പാടില്ല. അത് ഇസ്ലാമിക കോടതി ചെയ്യേണ്ട നിയമമാണ്. നമ്മൾ ചെയ്യേണ്ട നിയമമല്ല ഇസ്ലാമിക കോടതി. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനത്തെ ചെയ്യുന്ന ആളുകളെ പിടിച്ചിട്ട് ഉടനെ നമ്മൾ പോലീസിൽ ഏൽപ്പിക്കണം. അതോടുകൂടെ നമ്മൾ അതിനാണ് തയ്യാറായ ഒരൊറ്റ കൊല്ലം കൂടെ ആ ജാതി സാധനം നമ്മുടെ നാട്ടിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടും. നല്ല ആളുകൾ മാത്രമാവും ചെയ്യും. അവരെ നമുക്ക് സമാധാനത്തോടുകൂടെയും ശാന്തിയോടുകൂടെയും സന്തോഷത്തോടുകൂടെയും സമീപിക്കാം. അവർ ഖുർആൻ കൊണ്ട് അരിയത്ത് കൊണ്ടും ചികിത്സിക്കും. അവർ ഹൽവത്തും പെണ്ണുങ്ങളുമായി ഹൽവത്തിലാവൂല. അവർ ആൺകുട്ടികളെ പിന്നാലെ നടക്കൂല. അതൊക്കെ അവരുടെ രോഗങ്ങളാണ്. അതൊന്നും അവർ ചെയ്യൂല. ഇതൊക്കെ വളരെ ശ്രദ്ധിക്കണം. ഇതിന്റെയൊക്കെ ഇഷ്ടം പോലെ കേസുകൾ വന്നിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. എനിക്കതിൽ എന്ത് നിങ്ങൾ വിചാരിച്ചാലും ഞാൻ പറയും. ഇതിന്റെ പിന്നാലെ നടക്കുന്ന ഒരുപാട് ആളുകൾ ഞാൻ പറഞ്ഞവരുണ്ട്. രാവും പകലും ഇതിനു വേണ്ടി നടക്കുക. രാത്രി എന്തിനു പോവാ? ഇത്തരം കാര്യത്തിന് വേണ്ടി പോവാ. അതിനെന്ത് പെണ്ണുങ്ങളെ കൂടെ കൂട്ടാൻ പറ്റൂല. പക്ഷെ എന്ത് ചെയ്യാ? ചില അമൃതകളെ കൂട്ടിക്കൊണ്ടുപോവാ, സ്വായിഷത്തുകൾ ചെയ്യാ. ഇതിനൊക്കെ നടക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ വലിയ കടുത്ത തെറ്റാണ്. സിന പോലത്തെ മറ്റൊരു സിനയാണ് ആൺകുട്ടികളെ ഉപയോഗിക്കൽ. ഏറ്റവും വലിയ തെറ്റാണ്. അതുകൊണ്ടാണ് 150 ചില്ലാനം കിലോമീറ്റർ ഉള്ള ഒരു പ്രദേശം അള്ളാഹു അട്ടിമറിച്ചത്. പടച്ചോ നമ്മളെ കാക്കട്ടെ. അള്ളാഹുകാരുടെ പടച്ചോന്റെ നിയമമാണ് ആയതുകൊണ്ടാണോ ഞാനിത് പറയുന്നത്. അല്ലാതെ ലജ്ജല്ല നിങ്ങൾ വിചാരിക്കരുത്. പറയുമ്പോ വേദന ഉണ്ട്. പടച്ചോ നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. 150 കിലോമീറ്റർ വരുന്ന ഒരു നാടിനെ അള്ളാഹു അട്ടിമറിച്ച്. ഇന്നോടെ പുല്ല് മുളക്കൂല, അട്ടിമറിച്ച്. ഏറ്റവും കൂടുതൽ ആൺകുട്ടികൾ ഉപയോഗിക്കുന്ന ഒരു വിഭാഗം ഇവരാണ്, സ്ത്രീകളെയും. ഇതിന്റെ മറവിൽ നടക്കുന്ന തിന്മയാണ്. വളരെ ശ്രദ്ധിക്കണം. അവരെ കണ്ടുപിടിച്ചിട്ട് അവരെ പോലീസിൽ ഏൽപ്പിക്കണം. അത്തരം ആളുകളെ എവിടെ കണ്ടാലും പോലീസിൽ ഏൽപ്പിക്കണം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇതൊന്നും ദീനല്ല. ദീന ഹക്കുണ്ട്. ഹക്കിനെ നിഷേധിക്കരുത്. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, കണ്ണിൽ കണ്ടത് മാത്രമേ ചെയ്യൂ, അംഗീകരിക്കൂ എന്ന് പറയുന്ന ആളുകളുണ്ട്. അത് സുന്നത്യമായതിന്റെ പുറത്തുള്ള ആളുകളാണ്. അവരെ കാടടച്ച് വെടിവെക്കും. അത് ശരിയല്ല. നന്മയുണ്ട് ധാരാളം. കാരണം ഈ സിഹർ വന്നപ്പോൾ അതിനെ ബാത്തിലാക്കാൻ വേണ്ടി സയ്യിദുനാ ജിബ്രീൽ അയച്ചല്ലോ അലൈഹിസ്സലാം. എന്തുകൊണ്ട് അയച്ചു? മുഅബ്ബിദത്തെ കൊണ്ട് അയച്ചു. അപ്പൊ ഖുർആൻ ബാത്തിലാക്കാൻ ആളയക്കണം. ആള് വരണം, ആള് ചെയ്യണം. മനസ്സിലായില്ല? ഹബീബിനെ തോന്നിപ്പിക്കുക മാത്രമല്ല ചെയ്തത്. മന്ത്രിച്ചൂടിയാരാ? സയ്യിദുനാ ജിബ്രീൽ. മനസ്സിലായില്ലേ? ആർക്ക് മന്ത്രിച്ചൂടി? പറ, ആർക്ക് മന്ത്രിച്ചൂടി? മൊല്ലാക്കാക്ക് വർക്ക് ചെയ്തരുത് എന്ന് പറയരുത്. അങ്ങനെ പറയാൻ പാടില്ല. മൊല്ലാക്കാക്ക് കുഴപ്പമുണ്ടായാൽ വർക്ക് വേറെ ആൾ എഴുതി കൊടുക്കന്നെ വേണം. റസൂലുള്ളാഹിക്ക് ആയത്ത് തോന്നിപ്പിച്ചിട്ട് നബിയല്ല ബാത്തിലാക്കിയത്. ബാത്തിലാക്കാൻ ആളെ അയച്ചു. ആരാണ് ആള്? സയ്യിദുനാ ജിബ്രീൽ. ബിസ്മില്ലാഹി അർഖീക, ഞാൻ നിങ്ങൾക്ക് മന്ത്രിച്ചു തരാ. മിൻകുല്ലി ശൈഇൻ യുഗ്ദീക എന്ന് പറഞ്ഞുകൊണ്ടാണ് മന്ത്രിച്ചു തുടങ്ങിയത്. ആര്? സയ്യിദുനാ ജിബ്രീൽ. അപ്പോൾ ഇങ്ങനത്തെ ഒരു രോഗം വന്നാൽ എന്ത് ചെയ്യണം? നമ്മൾ ഒറ്റക്ക് മന്ത്രിക്കല്ല വേണ്ടത്. പറ, മന്ത്രിപ്പിക്കണം. എന്തുകൊണ്ട് മന്ത്രിക്കണം? ഖുർആനുണ്ട്. ഇതൊക്കെ ഉണ്ടാവണം. ഇതെല്ലാം എതിർത്തിട്ട് കാടടച്ച് വെടിവെക്കുകയാണ് സുന്നികളല്ലാത്തവർ ചെയ്യുന്നത്. അത് അള്ളാന്റെ ദീനിനെ കളിയാക്കലാണ്. ഈ കിതാബിനൊരു വില ഉണ്ട്. ഇത് അള്ളാന്റെ കലാമാണ് ഇതിലുള്ളത്. ഇതിന് വില ഉണ്ട്. ഇത് അള്ളാന്റെ കിതാബാണ്. ഇതിന്മേൽ വിജയിക്കാത്ത, പരാജയപ്പെടാത്ത ഒന്നുമില്ല. ഇതെന്തിന്റെ മേലും വിജയിക്കണം. ഇത് പരാജയപ്പെടുത്താത്തൊന്നുമില്ല. ഇതെല്ലാത്തിനെയും പരാജയപ്പെടുത്തും. അത് ശ്രദ്ധിക്കുക. ഞാൻ സിഹർ വരാതിരിക്കാനുള്ള ചില മുൻകരുതലുകൾ മാത്രം ഓടിച്ചു പറഞ്ഞുതരാം. ഒന്ന്, കഴിയുമെങ്കിൽ എല്ലാ ദിവസവും അതിരാവിലെ 7 അജ്വ കാരക്ക കഴിക്കുന്നവർക്ക് സിഹറിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. അതിരാവിലെ അജ്വ കാരക്ക വീട്ടിൽ വാങ്ങി വെക്കുക. അജ്വ കാരക്ക വീട്ടിൽ വാങ്ങി വെക്കുക. സിഹർ വരാതിരിക്കാനുള്ള പരിഹാരമാണ്. സിഹർ വന്നാലുള്ള പരിഹാരം വേറെ ചെയ്യണം. സിഹർ വരാതിരിക്കാൻ സിഹറിനെ തൊട്ട് പ്രൊട്ടക്ഷൻ ആണ്. ഒന്ന് എഴുതിച്ചോളൂ. എഴുതിക്കുന്നത് നല്ലതാണ്. ഞാൻ ഓടിച്ചങ്ങോട്ട് പറഞ്ഞുതരാം. സിഹർ വരാതിരിക്കാൻ ചില പരിഹാരങ്ങൾ ചെയ്യാം. അജ്വക്കാരക്ക വീട്ടിൽ വാങ്ങി വെക്കുക. എല്ലാ സുബഹിക്കും നേരം വെളുത്തു കഴിഞ്ഞാൽ അതിരാവിലെ ആദ്യത്തെ ഉമിനീരിന്റെ മേൽ ആദ്യം താഴെ കിടക്കുന്ന ഉമിനീര് അജ്വക്കാരക്കയോട് കൂടെ ആവുക. 7 അജ്വക്കാരക്ക ഓരോരുത്തർ കഴിക്കുക. ഒക്കെ ആർക്കും കഴിയുന്ന കാര്യമല്ലേ.
അതൊക്കെ ഇന്ന് കഴിയുമല്ലോ, അത്ര വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമില്ല. എങ്ങനെ വില ഭയങ്കരാണെന്നുണ്ടെങ്കിൽ മരുന്നല്ലേ, മരുന്നിന് എങ്ങനെ വെറുതെ എങ്ങനെ ശർക്കര പൊടിന്റെ വിലക്ക് എങ്ങനെ മരുന്ന് കിട്ടും? മരുന്നിന് വിലല്ലേ? മരുന്ന് അതുകൊണ്ടല്ലോ മരുന്നായത് മരുന്നോ, അത് മരുന്നാകുന്നു അല്ലല്ലേ? അല്ല, എന്താ പറഞ്ഞ മരുന്നാണ്, അതിന് വില ഉണ്ടാവും. അങ്ങനെ മരുന്നായതുകൊണ്ട് തന്നെയാണ് വില ഉള്ളത്. അജവക്കാരൊക്കെ സ്വർഗത്തിലെക്കാരൊക്കെയാണ്. അതെല്ലാം റിയഖുൽ അവ്വലിന്റെ മേൽ അത് കഴിക്കുക. തന്നെ അയ്യക്കൂന തംറുൽ മദീനത്തിൽ മുനവ്വറ ഫഹാദ മത്ലൂബുൻ ഫഅയ്യു തംറത്തിൻ അജ്വ. മദീനക്കാരൊക്കെ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ അജ്വക്കാരൊക്കെ എവിടുന്നുള്ള കാരക്കയും ആവാം. മദീന അല്ലാത്ത നാട്ടിലും അജ്വക്കാരൊക്കെ ഉണ്ട്, അത് ചെയ്യാം. പക്ഷെ മദീനക്കാരൊക്കെയാണ് അഫ്ളല്. എത്ര ദിവസം എന്നാണ്? ഹർദിൻ, ഹർദിൻ എല്ലാ ദിവസവും. എത്ര ദിവസം കേൾക്കണ്ട? നല്ല ചോദ്യാണ്. നോമ്പ് കഴിഞ്ഞിട്ട് നിന്നാ പോരെ? നല്ല ചോദ്യ. നല്ല ആളുകളുണ്ടെന്നാ മനസ്സിലാവണത്. നോമ്പ് കഴിഞ്ഞിട്ട് നിന്നാ പോരെ? അവസാനിപ്പിക്കാണ്. ശ്രദ്ധിക്ക, അതിരാവിലത്തെ അതിരാവിലെ മദീനത്തിൽ കാല മനിസ്തബഹ മനിസ്തബഹ بطبعها بسبع تمرات عجوا لم يضره ذلك اليوم صم ولا سحر. حبيب النبي صحيح البخاري അന്ന് വിഷമോ സിഹറോ ബാധിക്കുകയില്ല. ഫലം യളുറഹു ذلك اليوم صم ولا سحر. അന്ന് വിഷവും ഏൽക്കൂല, അന്ന് സിഹറും ഏൽക്കൂല. സ്വഹീഹുൽ ബുഖാരി. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 7 കാരക്ക എല്ലാ ദിവസവും. നോമ്പ് കാലത്താവുമ്പോൾ നമ്മൾ പിന്നെ രാവിലെ എണീറ്റ് അത്താഴത്തിൽ എണീക്കുന്ന നേരത്തെ ചെയ്തോളൂ. ദീഖുൽ അവ്വൽ അപ്പോഴും ഉണ്ടല്ലോ. രാവിലെ എണീറ്റിട്ടേ, മനസ്സിലായില്ല, സുബഹി നിസ്കരിച്ചിട്ട് കഴിക്കണം എന്നല്ല പറഞ്ഞത്. അതിരാവിലെ എണീക്കുമ്പോ കഴിക്കാൻ അങ്ങനെ ദീഖുൽ അവ്വൽ വയറ്റിലേക്ക് ആദ്യം ഇറക്കുന്നത് അതാവുക. അത് സുബഹിന് മുമ്പും ആവാം, സുബഹി കഴിഞ്ഞിട്ടെന്നല്ല, സുബഹിന് മുമ്പും ആവാം. സൗകര്യത്തിന് മലക്കൾ വെറുക്കണ സാധനല്ലേ വായിലുള്ള സാധനങ്ങൾ, ഉടനെ കഴുകി ശുദ്ധീകരിക്കണ്ടേ? ഉടനെ, മനസ്സിലായില്ലേ പറഞ്ഞത്? ഉടനെ അത് കഴുകി ശുദ്ധീകരിച്ചോളാം. കാരണം മലക്കൾ കുറിപ്പല്ലേ ആ സാധനം. ദുർഗന്ധമേറ്റ് മലക്കുകൾ വെറുക്കുന്നതാന്ന് പറഞ്ഞില്ലേ? അപ്പൊ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ പരിഹാരം അതാണ്. 2 നിത്യമാക്കുക. അത് പ്രൊട്ടക്ഷനാണ്. സെഹർ വരൂല. സെഹർ വന്നാലുള്ള പരിഹാരം വേറെ ചെയ്യണം. സെഹർ വരാതിരിക്കാനുള്ള പ്രൊട്ടക്ഷൻ മാത്രം ഞാൻ പറയുന്നുള്ളൂ. സെഹർ വന്നാൽ ഓരോ സെഹറും അതിന്റെ ആലിമിനെ കൊണ്ട് പഠിച്ചിട്ട് ഖുർആൻ കൊണ്ട് ചികിത്സിപ്പിക്കണം. അതിന്റെ ആലിമ്യങ്ങൾ ഉണ്ടാകലും ഒരാവശ്യമാണ്. അതിവിടെ ഇങ്ങനെ തുറന്ന് പറയേണ്ട സംഗതികളല്ല. അത് ഈ ഒരു വാക്കുകൊണ്ട് അത് തീരുകയുമില്ല. വരാതിരിക്കാനുള്ള പ്രൊട്ടക്ഷൻ മാത്രമേ പറയുന്നുള്ളൂ. വന്നാൽ നിപുണന്മാരായ ആളുകളെ കണ്ട് ആ കാര്യം പരിഹരിക്കേണ്ടതാണ്. ദായിമുൽ വുളു, എപ്പോഴും വുളു എടുക്കുക. വുളു ദായിമുൽ വുളു ആകുക, സെഹർ വരൂല. അതേപോലെ തന്നെ എന്തുകൊണ്ട് മലക്കളുടെ പ്രൊട്ടക്ഷൻ അവനുണ്ടാകും. പിന്നെ ഒരിക്കലും ഒന്ന് فإنه ليس من يبيت طاهرا إلا بات معه في شعارهم ملك ولا ينقلب ساعة من الليل إلا قال اللهم اغفر لعبدك. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ പ്രത്യേകിച്ച് ഉള്ളോടുക്കുക. ഉള്ളോട് കൂടെ അല്ലാതെ ഉറങ്ങാൻ കിടക്കരുത്. ഉള്ളോട് കൂടി മാത്രം ഉറങ്ങാൻ കിടക്കുക എന്ന്. പിന്നെ സ്വലാത്തുൽ ജമാഅത്തിനെ ദായിമാക്കുക. സ്വലാത്തുൽ ജമാഅത്ത് ദായിമാക്കുക. ജമാഅത്ത് നിസ്കാരം 27 ഇരട്ടി എന്ന് പറഞ്ഞാൽ ആ ഇരട്ടിയക്കത്തിൽപ്പെട്ടതാ ശാരീരികമായ പ്രൊട്ടക്ഷൻ. 27 ഇരട്ടി എന്ന് പറഞ്ഞാൽ 27 നേട്ടങ്ങൾ ഉണ്ടാവും. ഓരോ നേട്ടത്തിനും ഓരോ പ്രൊട്ടക്ഷൻ ഉണ്ട്. അതിൽപ്പെട്ടതാണ് സിഹറിന്റെ പ്രൊട്ടക്ഷൻ. 27 ഇരട്ടി എന്ന് പറഞ്ഞത്. പിന്നെ അതേപോലെ തന്നെ എന്ന് പറഞ്ഞിട്ട് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുക. തക്ബീറത്തുൽ ഇഹ്റാമിന് മുമ്പ് 3 തവണ അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം അങ്ങനെയാ പറയേണ്ടത്. എങ്ങനെ? എപ്പോൾ? നിസ്കാരത്തിന് പുറത്ത്. നിസ്കാരത്തിൽ കയറിയാ പിന്നെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എല്ലാം ചില്ല. കേറുന്നതിന് മുമ്പ് അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം. നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം. രാവിലെ ഒരാള് രാവിലെയും വൈകുന്നേരവും അത് 3 തവണ ചെല്ലിയാലും അന്ന് ഇബ്ലീസ് കരയുമെന്ന് ഖാല റസൂലുള്ളാഹി.
രാവിലെയും വൈകുന്നേരം 3 തവണ അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലുക. ജമാഅത്തിനെ മുഹാഫളത്ത് ചെയ്യുക, ജമാഅത്തിനെ മുഹാഫളത്ത് ചെയ്യുക. അതേപോലെ തന്നെ ഇസ്തിആദത്ത്. പിന്നെ ഇസ്തിആദത്തുനുണ്ട് ദുഖൂലിൽ ഖലായി, കക്കൂസിൽ കയറുമ്പോൾ പ്രൊട്ടക്ഷൻ എടുക്കുക. അത് വേണം. കക്കൂസിൽ കയറുമ്പോൾ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബസി വൽ ഖബായിഥി പ്രൊട്ടക്ഷൻ എടുക്കുക. കക്കൂസ് ഭയങ്കര, കക്കൂസിൽ എപ്പോഴും കയറും. കാരണം അത് അവന്റെ മൗവയാണ്, അതവന്റെ വീടാണ്. ഞാൻ അവസാനിപ്പിക്കാം. അതവന്റെ വീടാണ് കക്കൂസ്. അതേപോലെ തന്നെ അവിടങ്ങളിൽ വിവസ്ത്രരായി നിൽക്കുന്ന കാര്യം പ്രത്യേകം സൂക്ഷിക്കുക. അങ്ങനെയാണ്. അതൊക്കെ ശൈത്താൻ കയറി വരുന്ന വഴിയാണ്. അതൊക്കെ പ്രൊട്ടക്ഷനാണ്. അതേപോലെ തന്നെ അൽ ഇസ്തിആദത്തു മിനശ് ശൈത്താനി ഇൻദൽ ജിമാഇ, ഭാര്യ ഭർത്താവിന്റെ ഇടയിൽ ശാരീരിക ബന്ധം ആരംഭിക്കുമ്പോൾ ഇസ്തിആദത്ത് ചെയ്യുക. ഏറ്റവും കൂടുതൽ ശൈത്താൻ കയറി വരുന്ന സമയമാണത്. ആണിനും പെണ്ണിനും ശൈത്താൻ വരും ആ സമയത്ത്. അതുകൊണ്ടാണല്ലോ പ്രസവിച്ച കുട്ടിക്ക് ശൈത്താന്റെ അടി കിട്ടാത്തൊരു കുട്ടിയുമില്ല എന്ന് ഹബീബാ നബി പറഞ്ഞിട്ടുണ്ട്. ഏത് കുട്ടി അപ്പോഴാണ് കുട്ടി അട്ടഹസിച്ച് കരയുക. നമ്മൾ കുട്ടി കരഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു ഡോക്ടറോട് പറയും, ഡോക്ടറെ കുട്ടി കരഞ്ഞിട്ടില്ല. എപ്പോഴാ കുട്ടി കരഞ്ഞത്? ശൈത്താന്റെ അടി കിട്ടുമ്പോഴേ കുട്ടി കരയുകയുള്ളൂ. ശൈത്താന്റെ അടി കിട്ടിയപ്പോഴാ കുട്ടി കരയുക. ഒരു കുട്ടി അങ്ങനെ ആയില്ല, കരഞ്ഞിട്ടില്ല. അത് ഈസാ ഇബ്നു മറിയമാണ് എന്ന് പുണ്യനബി എന്തുകൊണ്ട് ഇനി എന്ന് പറഞ്ഞല്ലോ. ആര്? ഹന്നത്ത് ബീവി. നേരത്തെ തന്നെ പറഞ്ഞു ശൈത്താനെ തൊട്ട് കാവലിനെ തേടി. ഈ കുട്ടിയെയും കുട്ടിയുടെ കുട്ടിയെ ശൈത്താനെ തൊട്ട് ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞു. അത് തന്നെ. അപ്പൊ ശ്രദ്ധിക്കുക, ശാരീരിക ബന്ധം പുലർത്തുന്ന നേരത്തെ ഇസ്തിആദത്ത് മസ്റ്റ്, വളരെ പ്രധാനപ്പെട്ടതായി അത് കയ്യിൽ അത് കൊണ്ട് നടക്കുക. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതേപോലെ തന്നെ ആയത്തുൽ കുർസി ഉറങ്ങുന്ന നേരത്ത് ആയത്തുൽ കുർസി ചൊല്ലുക. ബാങ്കി കാമത്തിന്റെ ഇടയിൽ ആയത്തുൽ കുർസി ദായിമാക്കുക. നിസ്കാര ശേഷം ആയത്തുൽ കുർസി ദായിമാക്കുക. ഇതൊക്കെ ചെയ്യുക. ഖിയാമുൽ ലൈലിനെ സൂക്ഷിക്കുക. ഖിയാമുൽ ലൈലിനെ സൂക്ഷിക്കുക. രാത്രി ഖിയാമുൽ ലൈൽ അല്പനേരം നിസ്കരിക്കുക. ഇതൊക്കെ സൂക്ഷിക്കുക. പിന്നെയോ കണ്ണ് ചെവി പോലത്തത് ഹറാമിനെ തൊട്ട് പരമാവധി സൂക്ഷിക്കുക. കണ്ണ് ചെവി എന്നുള്ളത് ഇബ്ലീസ് കയറി വരുന്ന പ്രധാനപ്പെട്ട അവയവമാണ്. അതൊക്കെ സൂക്ഷിക്കുക. അത്തരം ആളുകൾക്ക് ഒക്കെ സൂക്ഷിക്കുന്നവർക്ക് മലായിക്കത്തിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാവും. ഞാൻ അവസാനിപ്പിക്കാം. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഫസ്റ്റ് എയ്ഡ്. ഇതൊക്കെ പ്രധാനമായി ചെയ്യുക. ഈ കാര്യങ്ങൾ വുളൂ ദായിമാക്കിയതിനെ ഒരു പേടിക്കണ്ട. ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഒന്നും വരില്ല. പിന്നെ അതേപോലെ തന്നെ മറക്കരുത്, ഞാൻ മറന്നുപോയതാണ്. എന്ത്? മിസ്വാക്ക് അനങ്ങി പോകരുത്. എപ്പോഴും മിസ്വാക്ക് സദാ നേരം. മലക്കുകളെ പ്രൊട്ടക്ഷൻ ഉണ്ടാവും. ഒരു പേടിയില്ല. എന്റെ സമുദായത്തിന് ബുദ്ധിമുട്ടാകുമെന്ന് തോന്നിയിട്ടാണ്, ഇല്ലെങ്കിൽ ഞാൻ അത് നിർബന്ധമായി കൽപ്പിക്കുമായിരുന്നു. ഖാല റസൂലുള്ളാഹി. എപ്പോഴും മിസ്വാക്ക് ചെയ്യുക. അതിന് അറബികളെ കണ്ടുപിടിക്കണം. നിസ്കരിക്കാൻ നിൽക്കുന്ന നേരത്തും അറാക്ക് എടുത്തിട്ട് അങ്ങനെ ഉന്തും. നിസ്കാരം കഴിഞ്ഞാല് എപ്പോഴും അതെപ്പോഴും ഏത് നേരത്തെ അറബികളെ കണ്ടുപിടിക്കണം. ഞാൻ അവസാനിപ്പിക്കാം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ വളരെ വലിയൊരു വിഷയമാണ്. ഞാനത് ചെറുതായ രൂപത്തിൽ നിങ്ങളെ മുന്നിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. സിഹർ ബാധിച്ചവർക്ക് അതിന്റെ മാഹിരീങ്ങളെ കണ്ട് ആ വിഷയത്തെ കൈകാര്യം ചെയ്യൽ ആവശ്യമാണ് എന്നതോടുകൂടെ തന്നെ ഇതിന്റെ പരിഹാരങ്ങൾ ഓരോരുത്തരും പഠിക്കലും ആവശ്യമാണ്. ആലിമീങ്ങൾ അതിന്റെ പരിഹാരത്തിന് തയ്യാറാകണം. ആലിമീങ്ങൾക്ക് ഫർള് കിഫയാണ്. ഇതൊക്കെ വരുന്ന ഉദാഹരണം, ചില ആളുകൾ നമ്മളെ നാട്ടിലുണ്ട്. ഒരു പ്രശ്നം ഉണ്ടായാൽ നമുക്ക് പോകാൻ പറ്റിയ ചില ആളുകളുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഒന്ന് ഇങ്ങനെ കണ്ണിട്ട് നോക്കൂ. 1-2 ആളുകൾ ഉണ്ടെങ്കിൽ, ഒരാളെ എന്റെ മനസ്സിൽ ഇങ്ങനെ വരുന്നുള്ളൂ. അങ്ങനെ 1-2 ആളുകൾ ഉണ്ടെങ്കിൽ, ഒരാളുണ്ട് 1-2 ഉണ്ടാവും. അവരും കൂടി മരിച്ച എന്ത് ചെയ്യും ജനങ്ങൾ? അപ്പോൾ ആലിമീങ്ങൾക്കിടയിൽ ഫർള് കിഫായയാണ്. അവര് സ്വലാഹിയത്തിന്റെ ജീവിതം ജീവിക്കുകയും ഇത് അവരെ മുൻഗാമികളിൽ നിന്ന് പഠിച്ചെടുക്കുകയും ചെയ്യണം. മനസ്സിലായില്ലേ? ഇത് ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണ്. എന്തുകൊണ്ട്? ഇത് അവർ പഠിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും തെമ്മാടിയെ ജനങ്ങൾ ആശ്രയിക്കും. അപ്പൊ അള്ളല്ലോ അവർ പിഴക്കുകയും പഴപ്പിക്കുകയും ചെയ്യും. ആലിമീങ്ങൾ സാലിഹ്യങ്ങളാകാൻ തീരുമാനിക്കുക. ആദ്യം
ആദ്യം സാലിയായി തീരുമാനിക്കുക. ആലിമ് സാലിഹായാൽ ആ ആലിമ് വലിയ. ലൗലം യക്കുനിൽ ആലിമു വലിയൻ ഫലൈസ ലില്ലാഹി വലിയുന്ന. ആലിമനെയാണ് ഔലിയ പാപ്പ, ആലിമാണ് വലിയ. ലൗലം യക്കുനിൽ ആലിമു വലിയൻ ഫലൈസ ലില്ലാഹി വലിയുൻ. ആലിമ് വലിയ അല്ലെങ്കിൽ പിന്നെ വലിയ എന്നൊരാൾ ഇല്ല. എങ്ങനെ ആലിമ് വലിയ അല്ലെങ്കിൽ പിന്നെ വലിയ എന്നൊരാൾ ഇല്ല എന്ന് ഇമാമിന്റെ ശാഫിഈ റളിയല്ലാഹു. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.